ജയ്സാൽമീറിലെ കോട്ടയുടെ ഉള്ളിലുള്ള ശ്വേതാംബര ജൈന വിഭാഗത്തിൻ്റെ ഒരു ക്ഷേത്രത്തിനകത്താണ് ഞാനുള്ളത്. അതിസുന്ദരമായ ഒരു ക്ഷേത്രം. ജൈനമതത്തിന് 24 തീർത്ഥങ്കരന്മാരുണ്ട്. അവരിലെ 8ാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭു സ്വാമിയുടെ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായത് ഇതിൻ്റെ കൊത്തുപണികളെ കൊണ്ടാണ്. ക്ഷേത്രത്തിനുള്ളിലെ കുഞ്ഞു ക്ഷേത്രമാണെങ്കിലും അതിൻ്റെ ഉള്ളിലെ കൊത്തുപണികളെ കൊണ്ടാണ് ഈ ക്ഷേത്രം ഏറ്റവും ഭംഗിയായിട്ട് പ്രശസ്തമായിട്ടുള്ളത്. സാൻഡ്സ്റ്റോണിൽ ചെയ്തിട്ടുള്ള അതിൻ്റെ കൊത്തുപണികൾ അതിസുന്ദരമാണ്. ഓരോന്നും ക്ലോസപ്പിൽ എടുത്തിട്ട് കാണിക്കുന്നതാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു ശില്പങ്ങൾ. ഇത് ശില്പത്തിൻ്റെ വലിപ്പം കാണാൻ വേണ്ടി ഞാനിതിൻ്റെ വിരൽ വെക്കാം. ഒരു വിരലിൻ്റെ പോലും വലിപ്പമില്ല. അതിൻ്റെ പെർഫെക്ഷൻ നോക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന സുന്ദരമായ ഒരു ശില്പമാണ്. ശില്പ ഭംഗിയുള്ളതാണ് ഈ ക്ഷേത്രം. ഇവിടെ വീഡിയോ അലൗഡാണ്. നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഇവിടെ വീഡിയോ എടുക്കുന്നതിൽ അവർക്ക് വിരോധമില്ല. ഇതിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം കാണിച്ചിട്ടില്ല. അത് കാണിക്കാൻ പോണേയുള്ളൂ ഞാൻ. ഈ മോളിൽ കാണുന്ന മഹാദേവൻ്റെ, പാർവതി ദേവിയുടെയും മഹാദേവൻ്റെയും നടന രംഗമാണ് മുകളിൽ ശില്പഭംഗിയിൽ കാണുന്നത്. ഒറ്റ കല്ലിലുണ്ടാക്കിയതാണ് ഇത് മുഴുവൻ. അതിലെ ഭംഗി എന്ന് വെച്ചാൽ ഈ ഓരോ രൂപവും അതിൽ മുഴുവൻ വ്യത്യസ്തമായ നൃത്തോപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നൃത്തം ചെയ്യുന്നതിൻ്റെ ഭംഗിയുള്ള ഒരു ശില്പമാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ഭംഗിയിൽ കാണാൻ വേണ്ടി, കൂടുതൽ അടുത്ത് കാണാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ്. അതോടൊപ്പം അവരുടെ തീർത്ഥങ്കരന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ, പ്രതിമകളൊക്കെ ഇവിടെയുണ്ട്. പൊതുവേ ജൈൻ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഭംഗിയുള്ളതാണ്, കൊത്തുപണികളാൽ സമ്പന്നമാണ്. അതിൽ തന്നെ ഇത് കുറച്ചധികം ഭംഗിയുള്ളതും നമ്മളെ അത്യധികം കണ്ണിന് എന്തെന്നില്ലാത്തൊരു ആനന്ദം തരുന്നതുമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊന്ന് ക്ഷേത്രമാണ്. ഇത് ഋഷഭദേവൻ്റെ സങ്കല്പത്തിലുണ്ടാക്കിയ ക്ഷേത്രമാണ്. ഋഷഭദേവൻ അതുതന്നെയാണ് അവർക്ക് ആദിനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. ജൈനമതത്തിൻ്റെ 1ാമത്തെ തീർത്ഥങ്കരനാണ്. ഇവിടെ ക്ഷേത്രം തന്നെയാണ് കൊത്തുപണികൾ കൂടുതലുള്ളത്. നേരത്തെ അതിന് ചുറ്റുമുള്ള മുഖമണ്ഡപം പോലെ ഉള്ള ഭാഗത്തായിരുന്നെങ്കിൽ ഇവിടെ ക്ഷേത്രം തന്നെയാണ് കൊത്തുപണികളെ കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ളത്. ചുറ്റുപാടും അതിന് അത്ര അധികം കൊത്തുപണികളോ വലിയ കരവിരുതുകളോ അവർ വെച്ചിട്ടില്ലെങ്കിലും ഇത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ഓവ്, തീർത്ഥാഭിഷേക ജലം പുറത്തേക്ക് വരാനുള്ള ഓവാണ്